ആദ്യമായിട്ടാണ് നീ ഒരു ആഹാര സാധനം കണ്ട് പേടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. എന്തോ പറ്റി പേടിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് നെയ്പത്തിരി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വയനാടൻ പോത്തിൻകാലും ടയർ പത്തലുമാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് വരുന്നത്. മേക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് തന്നെ കേരളപുരത്ത് ജന്നത്ത് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിന്ന് ഞാൻ ഇന്ന് ഇവളെ കൊണ്ട് പോത്തിൻ്റെ കാല് തീറ്റിക്കാൻ പോവുക. പോത്തിൻ്റെ കാല് തീറ്റ മത്സരം. അപ്പോൾ അങ്ങനെ റെഡിയാണോ? ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ നിനക്കുള്ള പോത്തിൻ്റെ കാല് വേദിക്കാതെ പച്ചയ്ക്കാണ് തരുന്നത്. പച്ചക്ക കഴിക്കേണ്ടത്. സോസ് ഉണ്ട്, സോസി മുക്കി കഴിക്കണം. അഥവാ ഇനി കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, എനിക്കത് പിന്നെ എപ്പോഴും വാങ്ങി തരേണ്ടി വരും. ഇതൊരു ദിവസം മുമ്പ് നമ്മൾ ബുക്ക് ചെയ്യണം. അതല്ല ഷവായ ബുക്ക് ചെയ്യണ്ട, മുക്കിന് എവിടെ പോയാലും കിട്ടും. ഞാനിന്ന് ക്യാമറാമാനല്ല, നീ ഫുള്ള് കഴിക്കേണ്ടത്. അത് നിനക്ക് സമയം തരും. നിനക്ക് സമയം തരും. എത്ര സെക്കൻഡ്? 10 സെക്കൻഡ് സമയം തരും. അതിന് മുമ്പ് ഫുള്ള് കഴിക്കണം. 10 സെക്കൻഡ് 5 മതിയാ. എങ്ങനെയാലും കുഴപ്പമില്ല, എൻ്റെ ബാക്കി ഞാൻ കഴിച്ചോളാം. ചലഞ്ച് മാറ്റിയിട്ട് റെഡി ആയിട്ടിരുന്നോ നീ? സോസ് നിനക്കല്ല. നമ്മുടെ പോത്തിന്റെ കാല് തീർന്നു. പോത്തിൻകാലും നെയ്പത്തിരി, ഇതാണ് നമ്മുടെ ഐറ്റം. നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് നിൽക്കുക. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആശാരിപ്പണിയൊക്കെ ഉണ്ട്. അതറിയാം നിനക്ക് എന്തുവാന്ന്? ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ തട്ടണം. തട്ടുമ്പോൾ ഇതിനകത്തുനിന്നുള്ള മജ്ജയൊക്കെ വരും. അത് നിനക്ക് തരത്തില്ല, അത് എനിക്കുള്ളതാണ്. മതി. ഇനി ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നു, നീ അവിടെ നിന്ന് കൊതി വിട്ടിട്ട് ലാസ്റ്റ് കുളമായിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവളുടെ തീറ്റി മത്സരമാണ് കാണേണ്ടത്. എങ്ങനെ തിന്നോക്ക ഞാൻ എന്തോ പറ്റി പേടിച്ചിരിക്കുന്നത്? ആദ്യമായിട്ടാണ് നീ ഒരു ആഹാര സാധനം കണ്ട് പേടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. എന്തൊരു വിഷമ മുഖത്ത്. എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങുന്നായിരിക്കും. ആണോ? അപ്പൊ നമുക്ക് നെയ്പത്തിരി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രേവിയൊക്കെ എടുത്ത് ചാറിങ്ങനെയുണ്ട് നോക്കാം. ഞാനൊന്ന് ക്യാമറാമാനാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് വേറെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ. റെഡി. എന്താണ് അഭിപ്രായം? നെയ്പത്തിന് അടിപൊളി കേട്ടോ. ഇവളെ പോത്തിന്റെ കാല് കണ്ട് പിടിച്ചിരിക്കുക, അതിനകത്ത് തൊടുന്നില്ല. ആ നീക്കിയത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മറ്റേ നെയ്പത്തിന് മാത്രം ഗ്രേവിക്കകത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അടിപൊളിയാണ് കേട്ടോ. എടുക്കാൻ പറ്റുന്നില്ല. ചൂടാണെന്ന്, ചൂടായതുകൊണ്ട് പിറ്റാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്. അത് നല്ലത്. മറച്ചിടല്ലേ, കാലിലൊന്നും വീടില്ല, കാലൊക്കെ കുടിക്കില്ല. പൊങ്ങത്തില്ല. അവിടെ
ഡ്രസ്സിൽ തെറിക്കും. ഈ സാധനമൊക്കെ ഇട്ട് കഴിക്കുമോ? പിന്നെന്ത് ഇത് എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കായിട്ടാ കഴിക്കുന്നത്. പോത്തിൻ്റെ കാലുമായിട്ടിരുന്ന് കഷ്ടപ്പെടുന്ന ഇവിടെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. കഴിക്കാൻ പോവാണേ. അല്ല, ഇത് ഇങ്ങനെ തമാശ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരിക്കാനല്ല, ചലഞ്ച് ആയത്. നിനക്ക് സമയം തരും ഇനി. ഇനി നിനക്കുള്ള സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് അല്ല 3 മിനിറ്റ്. അത് മതി. 3 മിനിറ്റ് സമയം തരും. ഈ 3 മിനിറ്റ് കൊണ്ട് നീ ഇത് കഴിച്ചു തീർക്കണം. 3 മിനിറ്റ് കൊണ്ട് കരയുന്നു. ഞാൻ കൊടുത്തേക്കാം. 3 മിനിറ്റ് കൊണ്ട് നീ കഴിച്ചു തീർക്കണം. ഇത് കഴിച്ചു പോകാം. 3 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് കഴിപ്പിച്ച് തീർക്കാമല്ലോ പറഞ്ഞ്. ചലഞ്ച് തരുമ്പോൾ പറയണം കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കാര്യം പറയാം കേട്ടോ. അതിൽ ഞാൻ വല്ലാണ്ട് കഴിക്കാതിരിക്കുന്നത് വലിയൊരു സംഭവമാണ്. ഇത് പോത്തിൻ്റെ കാലാണെന്നും പറഞ്ഞാൽ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് പിടിയാനയുടെ ഇറച്ചിയാണെന്ന് ഇവിടെ അറിയുന്നില്ലല്ലോ. പിന്നെ പിടിയാനയുടെ സോറി, പിടിയാനയല്ല, കൊമ്പനാന. ആ പത്തിരി എനിക്ക് ഈ പത്തിരി നമ്മളിവിടെ പരാക്രമം നടന്നുകൊണ്ടിരിക്കുക. ഒരു സൈഡ് പോലും അനങ്ങിയിട്ടില്ല ഇതുവരെ. കണ്ടോ, എനിക്കപ്പോഴത്തേക്ക് നല്ല ചൂട് പൊറോട്ട വന്നു. കൂലിക്ക് ആള് വേണോ ഇത് മറിച്ചിടാൻ? നമ്മളാ ചൂട് പൊറോട്ട ഇത് നമ്മൾ പതുക്കെ ഇവൻ്റെ ഈ ഗ്രേവിയിലേക്ക് ഇങ്ങനെ ഇട്ട് അവിടുന്ന് ഒരു ശകലം ശകലം ഇറച്ചിയും കൂടി എടുത്ത് ഇങ്ങനെ പോത്തിന്റെ കാലോട്ട് ഇവിടുന്ന് കരയുന്നില്ല, വരുന്നില്ലത്. ഈ ഭാഗം അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചെടുക്കായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് പോത്തിന്റെ കാല് കഴിക്കാനായിട്ട് നമ്മൾ ടേബിൾ മാനേഴ്സ് നോക്കിയിട്ട് കാര്യമില്ല. നല്ല പേരുടെ അടിപൊളിയാണ്. ഐശ്വര്യ വെയിറ്റ് ഉണ്ട്. നേരത്തെ ഒരാളെ തലമണ്ടയിൽ അടിച്ചു പൊട്ടിക്കാം. നല്ല വെയിറ്റ് കേട്ടോ. ഇത് കണ്ടോ, രണ്ടുപേരും കൂടെ കഷ്ടപ്പെടുക. ഇതുണ്ടോ, ഇത്ര ഇറച്ചിയാണ് ഇതിനകത്ത്. ഇവനെ ഇതിനകത്തുനിന്ന് വലിച്ചെടുക്കണമെങ്കിൽ ഒരാളൊന്നും പോരാ. ഞാൻ വലിക്കുവേ. ബസ്സിലെ കമ്പി പിടിച്ച് കുടിച്ചേക്കും. അങ്ങോട്ട് വാങ്ങോട്ട്. എന്തെത്ര മടി ആണ്ടേ. ഇവനെ ഇങ്ങ് കിട്ടാൻ വേണ്ടി എത്രയും കഷ്ടപ്പെട്ടത് കണ്ടോ. ഫുള്ള് മാംസം കഴിച്ചു. അടിപൊളി കേട്ടോ. കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസം. നല്ല എല്ലിൻ്റെ ഇടയിൽ നിന്ന് വെന്ത് നല്ല സെറ്റായത്. എന്ത് സാധനം അത്? ആ, അതായത് ഈ പോത്തിൻ്റെ കാലെടുത്ത് തട്ടാനുള്ള മരം വരെ അവരോട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക്. എടുക്കാൻ വേണ്ടി ഇവള് കാര്യം ഇവിടെ ഇപ്പോൾ ഇത് തടിയില്ലായിരുന്നു. ഇവിടെ പോയി ഗ്ലാസ് ടേബിളൊക്കെ പൊട്ടിച്ചേനെ അത് കൊണ്ടുവച്ചത് കാര്യമായി. ഇപ്പൊ ആശാരിപ്പണി അടുത്ത് നടക്കാൻ പോകുന്നത്. ഇത് തട്ടുമ്പോഴാണ് പ്രശ്നം. തെറുക്കി കേട്ടോ. ഇതിനകത്തുള്ള സാധനം വന്നിട്ടുണ്ട് പുറത്ത്. ആശാരിപ്പണി നടന്നുകൊണ്ടിരിക്കുക, മരപ്പണി.
തട്ട് തട്ട്. ഇതൊക്കെ ഒരു പണിഷ്മെന്റ് അല്ലേ, ഒരു പണിഷ്മെന്റ് ചലഞ്ച്. കിട്ടി അരി ഇടിക്കുമെന്ന് വിചാരിച്ചൊക്കെ തട്ടിക്കും. വേണ്ടക്കാ, ഞാൻ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കുമ്പോ ആരോടെങ്കിലും പ്രതികാരം ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ സാധനം. ഇതൊക്കെ തിന്നൊക്കെ ഈ മജ്ജയും കിച്ചയൊക്കെ വായിലിട്ടപ്പോ ഇങ്ങനെ പ്ലിങ് അലിഞ്ഞ് അങ്ങ് പോയി. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. നല്ല നെയ്യാണ്. നെയ്യ് മൊത്തം ഇനി വരും. നീ ആഹാരം കഴിച്ചിട്ടിരിക്കുകയാണോ അതേ മരപ്പണി കഴിഞ്ഞിട്ടിരിക്കുകയാണോ? ആശാരിപ്പണിയാണോ? അതാണ്ട് ഇത്രയൊക്കെ ഞങ്ങൾ തീർത്തു. എല്ലുകൊണ്ട് കുളിച്ചു വെച്ചാൽ കുളിക്കുമെന്നോ? അങ്ങനെയൊക്കെ നീ കുളിക്കണം. ഓക്കെ, എൻ്റെ പേര് സമീർ എന്നാണ്. എൻ്റെ വീട് കൊല്ലത്ത് മരുത്തടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഒബ്രോയ് സ്റ്റാഫ് ആയിരുന്നു. അവിടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ദുബായിലായിരുന്നു. അപ്പം അവിടുന്ന് വന്നിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് വന്നിട്ട്. അപ്പോൾ അതിപ്പോഴാണ് സാക്ഷാത്കരിക്കുന്നത്. നമ്മളിത് പോത്തിൻകാലും വയനാടൻ പോത്തിൻകാലും ടയർ പത്തലുമാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് വരും. അപ്പോൾ അത് മേക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്ലോ കുക്കിംഗ് പ്രോസസ്സാണ്. അതായത് ഒരു 4-5 മണിക്കൂർ വലിയ ചെമ്പിനകത്തിട്ടിട്ട് കുക്ക് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാലേ ആ മീറ്റ് സോഫ്റ്റ് ആകത്തുള്ളൂ. അതിനകത്ത് മെയിൻലി വരുന്നത് വെച്ചാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ, പിന്നെ ജിഞ്ചർ ഗാർലിക്, ഒനിയൻ, ടൊമാറ്റോ, പിന്നെ നമ്മുടെ നാടൻ മസാലകൾ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനത്തെ. നമ്മുടെ ഒരു പ്രത്യേക ഗരം മസാലയുണ്ട്, ജന്നത്ത് സ്പെഷ്യൽ. അത് സീക്രട്ട്. ഞാൻ 12 വർഷമായിട്ട് ഹോട്ടൽ ഫീൽഡാണ്. അത് നമ്മൾ ചെയ്ത് ഇങ്ങനെ പഠിച്ചു. ഞാൻ ആക്ച്വലി അതെ വയനാട് സ്പെഷ്യലാണ്. അതെ അതെ. അല്ല, നമ്മളിപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന നോർത്ത് ഇന്ത്യൻ കുസിനാണ്. നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് നമ്മുടെ മെയിൻ ഇത്. പിന്നെ ഇത് സൗത്തിൻ്റെ നമ്മുടെ ഭാഗമല്ല, എന്നാലും നമ്മൾ ചെയ്യും. ഇതിൻ്റെ പേര് സ്മോക്ക് ടവർ എന്നാണ്. ഇത് 4 ടൈപ്പ് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഒന്ന് ലെമൺ ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ ഉണ്ട്, പിന്നെ നറുനീണ്ടി ഉണ്ട്, പിന്നെ നമ്മുടെ സാധാ ടീ ഉണ്ട്, ചായ. സ്മോക്ക് ടവർ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ. വേണോ? ഇല്ല, കുടിച്ചോ?